ഇന്ന് നമുക്ക് ചോക്ലേറ്റ് കേക്ക് പുഡിംഗ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ വ്യത്യസ്തമായൊരു ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണിത്. കേക്കിൻ്റെ ടേസ്റ്റും അതേസമയം പുഡിങ്ങിൻ്റെ ടേസ്റ്റും കൂടി മിക്സായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കേക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. ഈ ഒരു കേക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കേക്ക് മുഴുവനായിട്ട് വേണ്ട, ഇതിൻ്റെ ഒരു പകുതിയോ മുക്കാൽ ഭാഗമോ മാത്രമേ വേണ്ടി വരൂ. അപ്പോൾ നല്ല സോഫ്റ്റ് കേക്കാണിത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിന് കട്ട് ചെയ്തെടുക്കാം. ഒരു പ്രത്യേക ഒരു ഷേപ്പോ ഒരു സൈസോ ഒന്നും ഇതിന് ആവശ്യമില്ല. അപ്പോൾ ഞാനിന്നൊരു മുക്കാൽ ഭാഗത്തോളം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു പാൻ വെച്ച് നമുക്ക് ഈ പാനിലേക്ക് പാലൊഴിക്കണം. ഞാനിവിടെ 3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കാം. ഈ പാലൊന്ന് തിളപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് 2 ടീസ്പൂണോളം ജലറ്റിനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു പാല് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പാല് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം വനില എസൻസ് ചേർക്കാം. ഇനി ഇതിലേക്ക് ജലറ്റിൻ ചേർത്ത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. നമ്മൾ ഏതിലേക്കാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ ബൗൾ എടുത്തിട്ട് ആ ബൗളിലേക്ക് നമ്മൾ തണുപ്പിച്ച് വെച്ച ഈ ഒരു പാലിൻ്റെ മുക്കാൽ ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് ഞാനിവിടെ 3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ 2 കപ്പ് പാല് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഈ പാലിനെ ഫ്രീസറിൽ വെച്ച് പെട്ടെന്ന് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിനെ ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഗ്യാപ്പ് വരുന്ന ഭാഗത്തൊക്കെ കേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി വെക്കാം. അപ്പം ഞാൻ കേക്ക് മുഴുവനായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച 1 കപ്പ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കണം. ഇതിങ്ങനെ ലെവൽ ചെയ്തതിന് ശേഷം വീണ്ടും ഇതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. പെട്ടെന്ന് സെറ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്താൽ മതി. ഇതൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി കേക്ക് നമ്മൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കണം. നന്നായി തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ വിപ്പിംഗ് ക്രീമിന് പകരം വെനില ഐസ്ക്രീം ചേർത്താലും മതി. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചേർക്കാം. ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് ചേർക്കുന്നത്. ഈ ഒരു ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് സിറപ്പും ചോക്ലേറ്റ് ചിപ്സും വെച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്കിതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് പുഡിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു പുഡിംഗാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.